ഹലോ നമസ്കാരം, ഞാൻ രജിത. ഞാനിന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ ചില ട്രിക്സ് വേണം. ആ ട്രിക്സ് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അപ്പോൾ ഏത് മാവായാലും ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് മാവ് കിട്ടാണ്ട് വീട്ടിൽ അരയ്ക്കണ മാവുണ്ട്, പല ടൈപ്പ് ഉണ്ട്. പക്ഷെ അത് ഉണ്ടാക്കണ രീതിയിൽ വരുമ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ ഉണ്ടാക്കണ പോലെ കനം കുറഞ്ഞത് ചിലയിടത്ത് കിട്ടില്ല. ഞാൻ സാധാരണ ഇരുമ്പ് ദോശക്കല്ലിലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിച്ചിരുന്നത്. നോൺ സ്റ്റിക്കിലല്ല, ഇരുമ്പിൽ. അപ്പോൾ അതിൻ്റെ ഒരു വാസന വ്യത്യാസം ഉണ്ടാവുക. നോൺ സ്റ്റിക്കിലായാലും ആ ടേസ്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് നോക്കാം. ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. വീട്ടിലരച്ചിട്ടുള്ള മാവാണ് കേട്ടോ. വെച്ചാൽ നമുക്കിനി എങ്ങനെയത് ഇതിൽ ഞാൻ സാധാരണ പച്ചരി, പുഴുങ്ങലരിയും ഉഴുന്നും മാത്രമേ ഇട്ടുള്ളൂ. അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം. ഇപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത്, ഈ നമ്മൾ ദോശ ചൂടുമ്പോൾ അതിൻ്റെ കയ്യിൽ പിടിക്കണത് ഇതൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മളിങ്ങനെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ ഗ്യാസ് ആദ്യം ലോ ഫ്ലെയിമിലാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഇരുമ്പ് ചീഞ്ഞിട്ടിയിൽ കിട്ടില്ല, ഇരുമ്പ് ദോശക്കല്ല് കിട്ടില്ല. നമ്മൾ സാധാരണ പോലെയല്ല, നോൺ സ്റ്റിക്കല്ല. എന്നിട്ട് നമ്മുടെ എടുക്കണ ചട്ടികളിൽ അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കുക. എന്നിട്ട് നല്ലൊരു തുണി എടുത്ത് അതിൻ്റെ എണ്ണ മുഴുവനും എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. കാരണം അതിൻ്റെ മെയിൻ ഈ എണ്ണ നമ്മൾ തുടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദോശ ചൂടുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഒപ്പം ഒട്ടിപ്പിടിക്കും. അതാണ് പ്രശ്നം, നമുക്ക് ദോശ ശരിക്കും കിട്ടാത്തത്. ഇനി നമ്മുടെ മാവ് എടുക്കുക. മാവ് എടുത്തിട്ട് ഉഴിക്കുമ്പോൾ ഉഴിക്കണത് ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉഴിക്കരുത്. ഒന്ന് ചരിച്ചിട്ട് ഇങ്ങനെ ആക്കി ഉഴിക്കും. അല്ലെങ്കിൽ അത് ശരിക്കും അങ്ങോട്ട് പഠിച്ച് കിട്ടില്ല. കയ്യിൽ ഇങ്ങനെ ഒന്ന് ചരിക്കും. ഈ സാധനം ഇങ്ങനെ ഒന്ന് ചരിക്കുക, ഇങ്ങനെ ആക്കരുത്. അപ്പോൾ ചിലപ്പോൾ അത് അതിനോടൊപ്പം ഇങ്ങനെ ഒട്ടിയിട്ട് വരും. ഒന്ന് തന്നെ ചരിച്ചിട്ട് ഇതേപോലെ വടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും കുറയ്ക്കാൻ പറ്റണമെങ്കിൽ ആ രീതിയിൽ കുറയ്ക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതാവണ വരെ വെയിറ്റ് ചെയ്യാം. തുള്ളി എണ്ണ ഇതാക്കി കൊടുക്കുക. എണ്ണയോ നെയ്യോ എന്താ വെച്ചാൽ എടുക്കാം. നല്ല എണ്ണ ഞാൻ പൊഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ചട്ടുക കൊണ്ട് മെല്ലെ എടുക്കുക. നല്ല കനം കുറഞ്ഞ നമ്മുടെ ചട്ടുകതിൻ്റെ അടിയിലും കൂടി അത് കാണുന്നത് കണ്ടോ. നമുക്ക് എത്ര കനം കുറഞ്ഞിട്ട് വേണമെങ്കിൽ മറിച്ചിടാം, അല്ലെങ്കിൽ അങ്ങനെ എടുത്തിട്ട്. നമ്മൾ അടച്ചു വെച്ച് വേവിച്ച കാരണം മറിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റൈൽ ദോശ ഓക്കെ. ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റും അതേപോലെ തന്നെ കേട്ടോ. ഞാൻ ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ട്രൈ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.